സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വപ്രസിദ്ധമായ ഒരു നോവൽ നമുക്കെല്ലാം അറിയാം. അതിൻ്റെ പേരാണ് വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ റഷ്യൻ സാഹിത്യകാരനും തത്വജ്ഞാനിയുമായ ലിയോ ടോൾസ്റ്റോയിയാണ് ആ നോവൽ എഴുതിയത്. അത് എഴുതുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന യുദ്ധവും അതുമൂലമുണ്ടായ അസമാധാനവും മനുഷ്യർക്കുണ്ടായ ആകുലതകളും വേദനകളുമാണ്. നമുക്കറിയാം, ഇന്നും യുദ്ധവും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. ഇസ്രായേലും പാലസ്തീനും അല്ലെങ്കിൽ ഇറാനും എല്ലാം ഉൾക്കൊള്ളുന്ന യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിലെ ഈ യുദ്ധങ്ങൾ കൊണ്ട് എന്താണ് നേട്ടമുണ്ടാവുക? മനുഷ്യന് കെടുതികൾ മാത്രമാണ്. ആരും ജയിക്കുകയല്ല, എല്ലാവരും പരാജയപ്പെടുകയാണ്, നഷ്ടപ്പെടുകയാണ്, നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദുരിതത്തിൽ അനവധി ആളുകൾ കഴിയുകയാണ്. നമുക്കറിയാം, ഭാരതത്തിലെ അശോകൻ എന്ന് പറയുന്ന രാജാവ് യുദ്ധം കഴിഞ്ഞ് ജനങ്ങളുടെ അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനെ മനുഷ്യര് അംഗവിഹീനരായി മരിച്ച ശരീരങ്ങളും വേദനകളും രക്തവും എല്ലാം കണ്ടപ്പോഴാണ് അദ്ദേഹം യുദ്ധം അവസാനിപ്പിച്ച് പിന്നീട് ലോകത്തിലേക്ക് ബുദ്ധമതം പ്രചരിപ്പിച്ച് സമാധാനം സ്ഥാപിക്കുവാൻ നോക്കിയത്. ഇതുപോലെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ലിയോ ടോൾസ്റ്റോയി വാർ ആൻഡ് പീസ് എഴുതിയത്. ഇന്ന് ലിയോ ടോൾസ്റ്റോയി ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ത് നോവലായിരിക്കും എഴുതുക എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. കുടുംബത്തിലെ വാർ ആൻഡ് പീസ് അതായിരിക്കും ഇന്ന് അദ്ദേഹം എഴുതാൻ സാധ്യതയുള്ളത്. കാരണം ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും ദമ്പതികൾ തമ്മിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആരാണ് വലുത്? പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ പ്രധാന കവാടത്തിൽ എഴുതി വെക്കും, ഈശോയാണ്, യേശു ഈ ഭവനത്തിന്റെ നാഥൻ എന്ന് എഴുതിയിരുന്നെങ്കിൽ അതൊക്കെ പൂത്ത് കളഞ്ഞിട്ട് ഞാനാണ് ഈ കുടുംബത്തിന്റെ നാഥൻ, ഞാനാണ് ഈ കുടുംബത്തിന്റെ നാഥ, ആരാണ് വലുത്? വടംവലി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുകയാണ്. അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ലിയോ ടോൾസ്റ്റോയ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹം എഴുതുന്നത് കുടുംബങ്ങളിലെ യുദ്ധവും സമാധാനവും അല്ലെങ്കിൽ അസമാധാനം, അതാണ്. അപ്പൊ ഇതുപോലെ തന്നെ വേറൊരു ചരിത്ര പശ്ചാത്തലമായിരുന്നു 1ാം ലോക മഹായുദ്ധം. 1914 മുതൽ 18 വരെ നീണ്ടു നിന്ന ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾ മൂലം ധാരാളം നഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടായി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, നമ്മുടെ ഭാരതത്തിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടായി. അതിനുശേഷം സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു ട്രീറ്റിയൊക്കെ ഉണ്ടായി. പക്ഷെ വീണ്ടും യുദ്ധത്തിന് കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിലാണ് 11ാം പിയൂസ് മാർപ്പാപ്പ 1925 പ്രഖ്യാപിച്ചു, ഈ ലോക രാജാക്കന്മാരെ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ലോകത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഒരു രാജാവുണ്ട്, അത് ഈശോയാണ്. അതുകൊണ്ട് ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ആണ് ഈ ആഘോഷമായ ക്രിസ്തു രാജന്റെ തിരുനാളിന്റെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഈശോയാണ്
നമ്മുടെ രാജാവ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോ രാജാവായിരുന്നു. ബൈബിളിലെ പരാമർശം കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് രണ്ട് തലങ്ങളിലുള്ള ഭാഗങ്ങളുണ്ട്. ഒന്ന് എന്റെ ശരീരം, മറ്റൊന്ന് എന്റെ ആത്മാവ്. ശരീരവും ആത്മാവും തമ്മിൽ വേർതിരിക്കുമ്പോൾ മരണമുണ്ടാകും. എന്നാൽ പൂർണ്ണതയുള്ള ഒരു സ്വർഗീയമായ ശരീരത്തോടുകൂടി നമ്മുടെ ആത്മാവ് വീണ്ടും പുനർജനിക്കും, അല്ലെങ്കിൽ പുനരൈക്യപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുക. അതുകൊണ്ട് ഭൗതിക രാജാക്കന്മാരുണ്ട് എങ്കിലും നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു രാജാവുണ്ട്, അതാണ് ഈശോ. അപ്പം ആ രാജ്യത്വത്തെ കുറിച്ചുള്ളതായ സങ്കല്പം ബൈബിളിന്റെ ആദ്യകാലഘട്ടം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേലിന്റെ രാജാവാണ് ദൈവം. അത് ദൈവം പ്രഖ്യാപിച്ചത് വ്യക്തമാക്കുന്ന ഒരു അവസരമുണ്ട്. അതായത് ഇസ്രായേൽ ജനം യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് അവർക്ക് രാജാവില്ലായിരുന്നു. അത്രയും നാൾ മോശെ അവരെ നയിച്ചു, അതിനുശേഷം യോശുവ നയിച്ചു. പക്ഷെ രാജാക്കന്മാരില്ല. 12 ഗോത്ര തലവന്മാരും ഒക്കെ ആയിട്ട് അവരങ്ങനെ കഴിയുകയാണ്. പക്ഷെ അവർ പാപം ചെയ്യുമ്പോൾ ശത്രുക്കൾ അവരെ ആക്രമിക്കും. അങ്ങനെ ശത്രുക്കൾ അവരെ ആക്രമിച്ചാൽ അവരെ പലപ്പോഴും അവർക്ക് കീഴ്പ്പെടേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ അവർ നീതിപൂർവ്വമാണ് ജീവിക്കുന്നതെങ്കിൽ ശത്രുക്കളെ ആക്രമണം ഉണ്ടായാൽ ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ദൈവം പറയും, നിങ്ങൾക്ക് അധികം സൈന്യമില്ലെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കൂ. കാരണം ജെറിക്കോ നഗരത്തെ കീഴടക്കുവാനായിട്ട് ഇസ്രായേൽ ജനം ചെയ്തത് എന്താണ്? അവര് ആ നഗരത്തിന്റെ ചുറ്റും കാഹളം കൊണ്ട് നടക്കുന്നത് മാത്രമാണ്. മുതലെല്ലാം ഇടിഞ്ഞു വീണു. അതിനുശേഷം അവരുടെ ചെറിയ സൈന്യം കൊണ്ട് അവർക്ക് അവരെ വലിയൊരു രാജ്യത്തെ നഗരത്തെ കീഴടക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് അവരെ നയിക്കുന്നത്, അല്ലാതെ അവരുടെ രാജാവ് പാടില്ല. അപ്പൊ പക്ഷേ ശത്രു സൈന്യങ്ങളെ കീഴടക്കി കഴിയുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുമ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ന്യായാധിപന്മാരെ ഉയർത്തും. അങ്ങനെയുള്ള ന്യായാധിപന്മാരിൽ ഒരാളായിരുന്നു ഗീതയോൻ മെതിയാൻകാരെ പോയി കീഴടക്കി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജനങ്ങള് സന്തോഷത്തോടെ പറഞ്ഞു, അയൽ രാജ്യങ്ങൾക്കെല്ലാം രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് രാജാവില്ല, ഞങ്ങൾക്ക് രാജാവിനെ വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾ ഇത് ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് പ്രവാചകനായ സാമുവേലാണ്. സാമുവേൽ ദൈവത്തോട് അപേക്ഷിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളിങ്ങനെ അനുമുറയിടുകയാണ് രാജാവിനെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവം സാമുവേലിനോട് പറഞ്ഞു, ഞാനാണ് അവരുടെ രാജാവ്. അപ്പൊ എനിക്കെതിരായിട്ടാണ് ഇപ്പം മുറുമുറുക്കുന്നത്. ഇനി അവർക്ക് വേണമെങ്കിൽ രാജാവിനെ കൊടുക്കാം. പക്ഷെ ആ രാജാവ് വന്നു കഴിഞ്ഞാൽ അവരെ നികുതി പിരിക്കും, അവരെ കൊണ്ട് അടിമവേല ചെയ്യിക്കും, അവരെ കഷ്ടപ്പെടുത്തും. പക്ഷെ ജനങ്ങൾ ഇതൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ രാജാവിനെ കൊടുത്തു. അതായത് സാവൂള് 40 കൊല്ലം ജനങ്ങളെ ഭരിച്ചു. ജനങ്ങൾ ധാരാളം ദുരിതം അനുഭവിച്ചു. പിന്നീട് ദാവീദ് രാജാവ് വന്നു. പിന്നീടാണ് സോളമൻ രാജാവ് വരുന്നത്. ദാവീദ് രാജാവ് ആഗ്രഹിച്ചു, താൻ മനോഹരമായ കൊട്ടാരം തനിക്ക് വേണ്ടി പണിതുപോലെ ദൈവത്തിന് വേണ്ടി മനോഹരമായ ദേവാലയം പണിയുവാൻ വേണ്ടി എല്ലാം സമാഹരിച്ചു വെച്ചു. പക്ഷെ ദൈവത്തിന്റെ അനുവാദം വേണം. അതിനുവേണ്ടി പ്രവാചകനായ നാഥാനോട് പറഞ്ഞു. നാഥാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ ദാവീദ് പല ആളുകളെ കൊല്ലുകയും പല പാപങ്ങൾ ചെയ്തതുകൊണ്ട് അവനെ കൊണ്ട് ഞാൻ ഈ ദേവാലയം പണിയിപ്പിക്കുകയില്ല. അവന്റെ ഒരു ഉദര സന്തതിയായിരിക്കും എന്റെ ദേവാലയം പണിയുക. അങ്ങനെയാണ് ദാവീദിന്റെ ബത്ശീബയിൽ നിന്നുള്ള മകൻ സോളമൻ ദേവാലയം പണിയുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ പറയുന്നത് അവൻ എക്കാലവും രാജ്യം ഭരിക്കും. അങ്ങനെ എക്കാലവും രാജ്യം ഭരിക്കുവാൻ സോളമന് പറ്റിയില്ല. കാരണം സോളമന് 40 കൊല്ലം മാത്രമാണ് ഭരിച്ചത്. അപ്പം ക്രിസ്തു എങ്ങനെ എക്കാലവും രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിനെ ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് ജനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നുള്ള വംശാവലിയുടെ എഴുതി പോരുകയാണ്. അവർ നോക്കുന്നത് അഹ്റോന്റെ വംശത്തിൽ നിന്ന് പുരോഹിതനും ദാവീദിന്റെ വംശത്തിൽ നിന്ന് രാജാവുമാണ് ഉണ്ടാകേണ്ടത്. അത് കൃത്യമായിട്ട് വരണം. അതുകൊണ്ടാണ് ഈശോയുടെ വംശാവലി യോസഫ് വഴിയുള്ളതും മറിയം വഴിയുള്ളതും ഒക്കെ മത്തായിയും ലൂക്കായും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളോട് പറഞ്ഞതാണ്, നിന്റെ പുത്രൻ അത്യുന്നതന്റെ നിനക്ക് ജനിക്കുവാനിരിക്കുന്ന മകൻ അവന് വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവന് യാക്കോബിന്റെ ഭവനത്തിന്റെ എക്കാലവും രാജ്യം ഭരിക്കും. അവന്റെ രാജ്യത്തിന് അതിർത്തി ഉണ്ടാവുകയില്ല. അങ്ങനെ രാജ്യത്തിന് അതിർത്തി ഇല്ലാതെ എക്കാലവും ഭരിക്കുന്ന ഒരു രാജാവ് ഉണ്ടാകുമെന്ന് ദാവീദിനോട് പറഞ്ഞ അക്കാര്യം നിന്റെ മകനിലൂടെ സംഭവിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നുണ്ട്. അതാണ് ഈശോ മിശിഹ. ഇനി നമുക്കറിയാം, പൂജരാജാക്കന്മാര് അവര് വിജാതിരായ ആളുകൾ അങ്ങനെ പേർഷ്യയിൽ നിന്നൊക്കെ ദൂരെ
ദാവീദ് അവിടെ ഉണ്ടായിരുന്ന ഹെറോദോസ് രാജാവിനോട് ചോദിക്കുന്നത്, യഹൂദന്മാർക്ക് രാജാവായി ജനിക്കുന്ന ആ ശിശു എവിടെയാണ് പിറന്നിരിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവൻ രാജാവാണ്, ശിശു ജനിക്കുമ്പോൾ തന്നെ രാജാവാണ് എന്നുള്ളത് വിജാതികളായ രാജാക്കന്മാര് പറയുകയാണ്. അത് രാജാവ് വിശ്വസിക്കുന്നുണ്ട്. കാരണം ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു രാജാവിനെ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് പുരോഹിതന്മാരെ വിളിച്ചു, നിയമജ്ഞന്മാരെ വിളിച്ചു. അവർ വേദ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, അതെ അത് ബെത്ലഹേമിലാണ് ജനിക്കുവാനിരിക്കുന്നത്. അപ്പൊ അവരെല്ലാം വിശ്വസിക്കുന്നുണ്ട് രാജാവായിട്ട് വരുന്നവനാണ്. സെബദെയി പുത്രന്മാരായ നഥാനിയേൽ എന്ന കർത്താവിന്റെ ഒരു ശിഷ്യൻ, അല്ലെങ്കിൽ ബർത്തലോമി എന്നറിയപ്പെടുന്ന അപ്പസ്തലന്മാരിൽ ഒരുവനായി പിന്നീട് മാറിയവൻ, അവന് ഫിലിപ്പോസ് ചെന്ന് ഇതാ രക്ഷകനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ, അവൻ ചെന്ന് ഈശോയെ കാണുമ്പോൾ, നീ അഗ്നിമരത്തിന്റെ ചൂടിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ പറഞ്ഞപ്പോൾ, നീ ഇതാ ദാവീദിന്റെ പുത്രനായ രാജാവാണ് എന്ന്, ഇസ്രായേലിന്റെ രാജാവാണ് എന്ന് നഥാനിയേൽ എന്ന് പറയുന്നുണ്ട്. 5000 പേരെ അഞ്ചപ്പോൾ 2 വർഷവും കൊണ്ട് തീറ്റിപ്പോറ്റി കഴിഞ്ഞപ്പോൾ ജനങ്ങള് ഈശോയെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവർ രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സെബദെയി പുത്രന്മാരുടെ അമ്മ സെബദെയി പുത്രന്മാരോട് കൂടി വന്നിട്ട് ചോദിച്ചതാണ്, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ നിന്റെ ഇടത്തും വലത്തും എന്റെ മക്കളെ ഇരുത്തണമേ എന്നാണ്. ജെറുസലേം ദേവാലയത്തിലേക്ക് അവസാനത്തെ ഈശോയുടെ യാത്രയിൽ ഇസ്രായേൽ ജനം ഈശോയെ സ്വീകരിച്ചത് ദാവീദിന്റെ പുത്രൻ ഹോശാന, അവരുടെ രാജാവായിട്ടാണ് ഈശോയെ സ്വീകരിക്കുന്നത്. മുഖ്യപുരോഹിതന്മാരും പ്രധാന ആചാര്യന്മാരും ഒക്കെ ഈശോയ്ക്ക് എതിരായി കൊണ്ടുവന്ന ആരോപണവും യഹൂദന്മാരുടെ രാജാവാണ് എന്ന് അവൻ അവകാശപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയെ പടയാളികൾ അപമാനിക്കുന്നതും. നീ രാജാവാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഈശോയുടെ തലയിൽ ഉൾക്കിരീടം കൊടുത്ത് കൈകൾ ഞാകട പിടിപ്പിച്ച് അവരെ കൊണ്ട് ഒരു ചുവന്ന വേലം ധരിപ്പിച്ച് രാജാവെ വാഴുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പീലാത്തോസ് കർത്താവിന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെക്കാൻ പറഞ്ഞത് യേശുസ് നസ്രായനുസ് റെക്സ് യൂദയോൻ, യഹൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്നുള്ളതാണ്. ഈശോയുടെ ചുറ്റും കിടന്നിരുന്ന കള്ളന്മാർ പറഞ്ഞു, നീ രാജാവല്ലേ എന്നുള്ളതാണ്. താഴെ നിന്നവരും പറഞ്ഞു, നീ രാജാവെന്ന് അവകാശപ്പെട്ടില്ലേ, നീ അങ്ങനെയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക. ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പായിട്ട് കർത്താവിന്റെ ഉയർപ്പിന് ശേഷം അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ചോദിച്ചു, കർത്താവേ എപ്പോഴാണ് നിന്റെ രാജ്യം സ്ഥാപിക്കുന്നത്? ഇത് പീലാത്തോസിനോട് പറയുന്നതായി നാം വായിച്ചു കേട്ടതായ ഭാഗത്തില് ഈശോ പറയുന്നുണ്ട്, ഞാൻ രാജാവാണ്, പക്ഷെ എന്റെ രാജ്യം ഈ ഭൗതികമായ രാജ്യമല്ല. വരുമാനിക്കുന്ന ലോകത്തിന്റെ മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ ഈശോ ദൈവം തന്നെയാണ്, രാജാവ് തന്നെയാണ്. പക്ഷേ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആത്മാവിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും വേദനിക്കുന്ന ഒരു ഭാഗം ഈശോ പറയുന്നുണ്ട്. അതായത് സീസറിന് നികുതി കൊടുക്കുന്നത് പറ്റി യഹൂദന്മാരുടെ തർക്കമുണ്ടായിരുന്നു. സീസറിന് നികുതി കൊടുക്കാൻ പാടില്ല, അവൻ വിജാതീയനാണ്, വിദേശിയാണ്. അതുകൊണ്ട് വിദേശ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നവര് ദൈവത്തിൽ ഈശോയുടെ സന്നിധിയിൽ വന്നിട്ട് ചോദിച്ചു, സീസറിന് നികുതി കൊടുക്കുന്നത് ന്യായമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താണ്? സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ നമ്മുടെ ആത്മാവിന്റെ ആ നേതാവ് എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോ അപ്പസ്തലന്മാരുടെ സഭയെ ഒരുക്കി പദപുസ്തകത്തിനാണ് പരിശുദ്ധാത്മാവിനെ അയച്ച് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആ സഭയില് ആ രാജ്യത്തിലെ പൗരന്മാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 തരം പൗരത്വമുണ്ട്. ഒന്ന് നമ്മുടെ അമേരിക്കൻ സിറ്റിസൺസ് ആണെങ്കിൽ അമേരിക്കൻ പൗരത്വം, അതോടൊപ്പം തന്നെ സഭയിലെ പൗരത്വം മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ ആരാണ് നമ്മുടെ രാജാവ്, നമ്മുടെ സഭയിലെ തലവൻ? അത് മാർപ്പാപ്പയാണ് നമ്മൾ പെട്ടെന്ന് പറയും, അല്ല, ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായുടെ വികാരിയാണ്, കാണപ്പെട്ട തലവനാണ്, പ്രതിനിധിയാണ് മാർപ്പാപ്പ. ഒരു രൂപതയ്ക്ക് തലവനായിട്ട് മെത്രാനാണെങ്കിലും ഈശോ മിശിഹ തന്നെയാണ് രൂപതയുടെ തലവൻ. ഈ ഇടവകയുടെ തലവൻ ആരാണ്? അതും ഈശോ മിശിഹ തന്നെയാണ്. ഒരു പുരോഹിതനല്ല അപ്പത്തെയും വീഞ്ഞിനെയും കർത്താവിന്റെ നിരീക്ഷണത്തിൽ രക്ഷകളാക്കി മാറ്റുന്നത് അത് ഈശോ മിശിഹ തന്നെയാണ്. അവിടെ ഈശോ നമ്മുടെ ഇടയിൽ ഇറങ്ങി വരികയും കൂദാശകളുടെ രൂപത്തില് ഈശോ തന്നെ നമുക്ക് വേണ്ടി കൂദാശകള് പരികർമ്മം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മാമോദീസായ്ക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്നല്ല കാരണങ്ങൾ പറയുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് മാമോദീസ മുക്കപ്പെടുന്നു.
അല്ലെങ്കിൽ ഇവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു എന്നാണ് പറയുക. കാരണം അച്ഛനല്ല, മറിച്ച് അത് നിർവഹിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അവിടെ ക്രിസ്തുവാണ് നമ്മുടെ രാജാവ്, നമ്മുടെ നേതാവ്. അതുകൊണ്ട് ഈ ഈശോയാണ് സത്യം. അതുകൊണ്ട് സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുക. സത്യം എന്താണെന്ന് പിലാത്തോസ് ചോദിക്കുമ്പോഴും ഈശോ കൃത്യമായി മറുപടി പറയുന്നില്ല. കാരണം ഈശോ തന്നെയാണ് സത്യം. പിതാവായ ദൈവത്തിന് ആ സത്യത്തെ വെളിപ്പെടുത്തി തരുന്നത് ഈശോയാണ്. അതുകൊണ്ടാണ് പിലാത്തോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്, നീ രാജാവാണെന്നുള്ളത് നീ സ്വയം പറയുന്നതാണോ മറ്റുള്ളവർ പറയുന്നത് കൊണ്ടാണ്? പലപ്പോഴും മറ്റുള്ളവരുടെ പ്രേരണയിലാണ് നമ്മളൊക്കെ ഈ പല തോന്നിവാസികളെ കാട്ടിക്കൂട്ടുക. മറ്റുള്ളവർ പറയുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്നതല്ല, മറിച്ച് നമ്മളെ ദൈവം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതികൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് സത്യമെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ടോൾസ്റ്റോയ് എഴുതിയ വാർ ആൻഡ് പീസ് എന്ന് പറയുന്നത് അത് നമ്മുടെ സമാധാനം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആദ്യം സമാധാനം ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിന്റെ നാഥനായിട്ട് ഞാനല്ല, ദൈവമാണ്, ഈശോയാണ് എന്റെ കുടുംബത്തിന്റെ നാഥൻ, ഈശോയാണ് എന്റെ ഇടവകയുടെ നാഥൻ, ഈശോയാണ് ഈ രാജ്യത്തിനും ഈ ലോകത്തിന്റെയും നാഥൻ എന്നുള്ള ബോധ്യത്തോടുകൂടി ഈശോയെ നമ്മുടെ നേതാവായി രാജാവായി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും.